ഹലോ, ഗുഡ് മോർണിംഗ് ടു ആൾ. നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ഗുഡ് മോർണിംഗ് ടു ആൾ ക്ലാസ്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചാണ് കണ്ടത്. എന്താണ് റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ റിസർച്ചിലൂടെ നമുക്ക് നേടാൻ പറ്റുന്നത്. ടു സ്റ്റഡി അബൌട്ട് ദ ഫിനോമിനൻ ഓർ ടു അച്ചീവ് ന്യൂ ഇൻസൈറ്റ്സ് ഇൻഡിവിജ്വൽ, പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. അല്ലെങ്കിൽ നിലവിലുള്ള ഒരു കാര്യത്തിൻ്റെ കൂടുതൽ എന്താണ് സൈഡുകളെക്കുറിച്ച് പഠിക്കുക, കൂടുതൽ ഡയമെൻഷൻസിനെക്കുറിച്ച് പഠിക്കുക. അതൊക്കെയാണ് റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്. പിന്നെ ടു പോർട്രേ ആക്യുറേറ്റ്ലി ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ ഓർ എ ഗ്രൂപ്പ്. അതൊക്കെ നമ്മൾ കണ്ടു. എന്താണ് റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച്. എത്ര ടൈപ്പ് റിസർച്ച് ഇല്ല, അല്ലെങ്കിൽ റിസർച്ച് നമുക്ക് അങ്ങനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതാണ് ദ ടൈപ്സ് ഓഫ് റിസർച്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ മെനി ഡിഫറെൻറ്റ് വേസ്. പല രീതിയിൽ നമുക്ക് റിസർച്ചിനെ ക്ലാസിഫൈ ചെയ്യാം. സം മേജർ വേസ് ഓഫ് ക്ലാസിഫൈങ് റിസർച്ച് ഇൻക്ലൂഡ് ദി ഫോളോയിങ്: ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് അനാലിറ്റിക്കൽ റിസർച്ച്. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അല്ലെങ്കിൽ അനാലിറ്റിക്കൽ റിസർച്ച്, അപ്ലൈഡ് റിസർച്ച് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റിസർച്ച്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, കോൺസെപ്റ്റ് റിസർച്ച് അല്ലെങ്കിൽ എംപിരിക്കൽ റിസർച്ച്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് റിസർച്ചിനെ ക്ലാസിഫൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇത്തരം തരത്തിലുള്ള റിസർച്ചുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. നമുക്ക് ഓരോന്ന് നോക്കാം. എന്തൊക്കെ ഈ പറഞ്ഞ റിസർച്ചിലൊക്കെ എന്താണെന്ന് നോക്കാം. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, it concentrates on finding facts to ascertain the nature of something as it exists. അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങ് നിലവിലുണ്ട്, അതിനെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ വെരിഫൈ ചെയ്യുന്ന ടൈപ്പിലുള്ള റിസർച്ചിനെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ്, വിവരണാത്മകമെന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈപ്പ് റിസർച്ച് അല്ലെങ്കിൽ ടോപ്പിക്കിനെ നിലവിലുള്ള സ്റ്റഡിയുടെ പല ഡയമെൻഷൻസ് നമ്മൾ അസർട്ടൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉറപ്പാക്കുക അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ അങ്ങ് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടുള്ള റിസർച്ചിനെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് പറഞ്ഞ്. ഓക്കെ, അപ്പോൾ നേരെ തിരിച്ച് അനാലിറ്റിക്കൽ റിസർച്ചിന് എന്താണ്? ഈസ് കൺസേൺഡ് വിത്ത് ഡിറ്റർമിനിങ് ദി വാലിഡിറ്റി ഓഫ് ഹൈപ്പോത്തസിസ് ബേസ്ഡ് ഓൺ അനാലിസിസ് ഓഫ് ഫാക്ട്സ് കളക്റ്റഡ്. അപ്പോൾ അനാലിറ്റിക്കൽ റിസർച്ചിന് ഒരു കാര്യം അവിടെ കാണുമായിരിക്കും. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞല്ലോ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അപ്പീലുണ്ടാവും എന്നുള്ള നമ്മുടെ കാഴ്ചപ്പാട് അതിവിടെ ഉണ്ട്. അതിനെ അനലൈസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യണം, അത് ശരിയാണോ തെറ്റാണോ, എത്രമാത്രം ശരിയാണ് എന്ന് വെരിഫൈ ചെയ്യണം. അപ്പോൾ അതിനൊരു ഭയങ്കര അനാലിസിസ് വേണ്ടി വരും. ആ ഡാറ്റയൊക്കെ എടുത്തിട്ട് വേരിയബിൾസ് റിലേഷൻഷിപ്പ് കണ്ട് ഏറ്റവും അവസാനം നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ നമ്മൾ വെരിഫൈ ചെയ്യും. അങ്ങനെ ഉള്ള റിസർച്ചിനെ നമ്മൾ പറയുന്ന പേര് അനലിറ്റിക്കൽ റിസർച്ച്. ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുവോ അല്ലെങ്കിൽ അതിൻ്റെ പല ഡയമെൻഷൻസ് ഇല്ലസ്ട്രേറ്റ് ചെയ്തുവോ പോവുമല്ല, മറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് നമ്മൾ നിലവിലുള്ളത് ശരിയാണോ തെറ്റാണോ എന്ന്, അല്ലെങ്കിൽ എത്രമാത്രം ശരിയാണ് എന്ന് വെരിഫൈ ചെയ്യുന്ന തരത്തിലുള്ള റിസർച്ചിന് പറയുന്ന പേരാണ് അനാലിറ്റിക്കൽ റിസർച്ച്. അവിടെ നമ്മളൊരു ഹൈപ്പോത്തസിസ് ഉണ്ടാകും. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളൊരു റിസർച്ച് സ്റ്റഡി ചെയ്യാൻ ഒരു മെത്തേഡുണ്ട്. ആ മെത്തേഡിൽ പ്രധാനപ്പെട്ടാണ് നമ്മളൊരു ചോദ്യം ഉന്നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ച് നമ്മൾ ആദ്യമേ അപ്പ് ഫ്രണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് വെക്കും. അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുന്നതാണ് നമ്മുടെ റിസർച്ച്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ശരി വാലിഡിറ്റി എത്രമാത്രം കറക്റ്റാണ് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നതിന് പറഞ്ഞ പേര് അനാലിറ്റിക്കൽ റിസർച്ച്. ഇനി അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് റിസർച്ച് ഇസ് ക്യാരിഡ് ഔട്ട് ടു ഫൈൻഡ് ആൻസേഴ്സ് ടു പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ടു ബി സോൾവ് ആൻഡ് ആസ് an aid in decision making in different ways including process design and policy making. അപ്പോൾ അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡിലെ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനെ സംബന്ധിക്കുന്ന തരത്തിലുള്ള റിസർച്ചാണ്. നമുക്ക് യഥാർത്ഥത്തിൽ കുറേ യാഥാർത്ഥ്യ ലോകത്ത് അല്ലെങ്കിൽ റിയൽ വേൾഡ് എന്നാണ് നമ്മൾ പറയാം. നമുക്ക് പ്രായോഗിക തലത്തിൽ, അതാണ് കൃത്യമാക്കുക, പ്രായോഗിക തലത്തിലുള്ള പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് വിശകലനം ചെയ്ത് അതിന് സൊല്യൂഷൻസ്, അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുന്ന തരത്തിലുള്ള റിസർച്ചിനെയാണ് നമ്മൾ അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് എന്നുള്ള വാക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് പിടി കിട്ടും അല്ലേ. അപ്ലൈഡ് റിസർച്ച്. ഓക്കെ, ടു ഫൈൻഡ് ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ അത് നടത്തുന്നു. എന്തിന്? ടു ഫൈൻഡ്, കാണാൻ വേണ്ടി. എന്ത് കാണാൻ? ആൻസേഴ്സ്. ഓക്കെ, ഇനി എന്തിനുള്ള ആൻസേഴ്സ്? ടു പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ടു ബി സോൾവ്. പ്രായോഗികമായി നമ്മുടെ മുമ്പിലുള്ള ചില പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച്. ഓക്കെ, സോ അത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ അങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് തീരുമാനങ്ങളെടുക്കാൻ നമ്മളെ അത് സഹായിക്കും. ശരിയല്ലേ? പ്രായോഗിക തലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ നമ്മൾ റിസർച്ചിൽ കൂടെ കണ്ടെത്തിയാൽ
ആ കണ്ടെത്തൽ നമ്മളെ പല തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യുമല്ലോ ഇല്ലേ. സോ ഇൻ ഡിഫറെൻറ്റ് ഏരിയസ്, അപ്പോൾ അത് പല ഏരിയസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു പക്ഷേ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ പ്രോസസ്സ് ഡിസൈൻ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ പോളിസി മേക്കിംഗ് എടുക്കുന്ന കാര്യത്തിലായിരിക്കും. ഈ കാര്യങ്ങളിലൊക്കെ ഈ സൊല്യൂഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള റിസർച്ചിന് നമ്മൾ പറയുന്ന പേരാണ് അപ്ലൈഡ് റിസർച്ച്. ഓക്കെ, ദെൻ അപ്പോൾ അപ്ലൈഡ് റിസർച്ച് ഉണ്ട്. പിന്നെ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഫണ്ടമെൻ്റൽ റിസർച്ച് ഉണ്ട്. എന്താണ് ഫണ്ടമെൻ്റൽ റിസർച്ച്? ഒരു തിയറട്ടിക്കൽ ടൈപ്പ് ഓഫ് റിസർച്ചാണ് ഫണ്ടമെൻ്റൽ, അടിസ്ഥാനപരമായി. നമ്മളെന്തെങ്കിലും കാര്യങ്ങളൊക്കെ അപ്ലൈഡ് സെൻസ് നമ്മൾ നടപ്പിലാക്കണമെങ്കിൽ നമ്മളതിൻ്റെ തിയറി അന്വേഷിച്ച് പോകുമല്ലോ. തിയറി അവിടെ ടെസ്റ്റഡും വെരിഫൈഡും ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര വേര് പോലെയാണ്, ഒരു മരത്തിൻ്റെ വേര് പോലെയാണ് തിയറി. അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കുക. ആ ഫൗണ്ടേഷനെ കുറിച്ചുള്ളൊരു അതിൻ്റെ ആപ്ലിക്കേഷൻ കൂട്ടുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ആ ഫൗണ്ടേഷൻ കൂടുതൽ എലാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർച്ചാണ് ഫണ്ടമെൻ്റൽ റിസർച്ച്. ഈസ് ക്യാരി ഔട്ട് ആസ് മോർ ടു സാറ്റിസ്ഫൈ ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി. ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ഭൗതികമായി പലപ്പോഴും നമുക്ക് ചില ഒരു ആകാംക്ഷ കാണും പല കാര്യങ്ങളും. ഇതിങ്ങനെയാണോ, അതും കൂടെ കൂടിച്ചേർന്നാൽ ഇത് വരുമോ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ക്യൂരിയോസിറ്റി ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ നമ്മൾ ചെറിയ കുഞ്ഞൊരു അന്വേഷണം നടത്തും, ശരിയല്ലേ. അപ്പോൾ ക്യൂരിയോസിറ്റി കാരണമാണ് നമ്മൾ അന്വേഷണം നടത്തുന്നത്, അപ്പോൾ അന്വേഷിച്ച് പോകുന്നത്. അപ്പോൾ അങ്ങനെ തരത്തിലുള്ള ക്യൂരിയോസിറ്റിയിൽ ഫലമായിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ചാണ്, തിയറി റിലേറ്റഡ് റിസർച്ചാണ് ഫണ്ടമെൻ്റൽ റിസർച്ച്. സോ ഓക്കെ, ദാൻ വിത്ത് ഇൻറ്റൻഷൻ ഓഫ് യൂസിങ് ദി റിസർച്ച് ഫൈൻഡിങ് ടു എനി ഇമ്മീഡിയറ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഒന്നും പെട്ടെന്ന് അതിന് കാണണമെന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി അതിൻ്റെ ഫലമായിട്ട് നമ്മൾ റിസർച്ച് നടത്തുന്നത്, അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ടൈപ്പ് ഓഫ് റിസർച്ച് ഇസ് കോൾഡ് ഫണ്ടമെൻ്റൽ റിസർച്ച്. ഓക്കെ, ഇനി എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ച്? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? സംതിങ് റിലേറ്റഡ് വിത്ത് ക്വാണ്ടിറ്റീസ് 1, 2, 3 എക്സെട്ര. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സംതിങ് യു കനോട്ട് മെഷർ ത്രൂ വേരിയസ് മെഷർമെൻറ്റ്സ് ലൈക്ക് വെയ്റ്റ്, ഹൈറ്റ്, ലെങ്ത്. ഓക്കെ, സോ അപ്പോൾ അതും അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. മെഷർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ചില എലമെൻറ്റ്സിനെ നമ്മൾ ക്വാളിറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ചും നമ്മൾ വ്യത്യാസം ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് സ്റ്റഡീസ് സച്ച് ആസ്പെക്ട്സ് ഓഫ് റിസർച്ച് subject which are not quantifiable. Okay, sorry, qualitative research ആട്ടോ. ഓക്കെ, സോറി, ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അപ്പം ഇത് ക്വാളിറ്റേറ്റീവ് ആണേ. അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താണ്? ഇറ്റ് സ്റ്റഡീസ് സച്ച് ആസ്പെക്ട്സ് ഓഫ് റിസർച്ച് വിച്ച് ആർ നോട്ട് ക്വാണ്ടിഫൈബിൾ. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത 1, 2, 3 എണ്ണാൻ പറ്റാത്തത്. അതുപോലെ നമുക്ക് ഇങ്ങനെ എന്താണ്, നമുക്ക് നോട്ട് സബ്ജക്റ്റ് ടു ക്വാണ്ടിറ്റി മെഷർമെൻറ്റ് ഓർ സച്ച് ടൈപ്പ് ഓഫ് റിസർച്ച് ഇസ് കോൾഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. റിമെമ്പർ, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ക്വാളിറ്റേറ്റീവ്, എല്ലാം അവിടെ പറഞ്ഞത്. ഇത് ടൈപ്പിംഗ് എറർ കൊണ്ട് അങ്ങനെ സംഭവിച്ചു. ക്വാളിറ്റേറ്റീവ് ഓട്ടോകറക്ഷൻ, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോകറക്ഷൻ ഓട്ടോമാറ്റിക്കലി. സോ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഈ സ്റ്റഡീസ് സച്ച് ആസ്പെക്ട്സ് ഓഫ് റിസർച്ച് വിച്ച് ആർ നോട്ട് ക്വാണ്ടിഫൈബിൾ. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത, മെഷർമെൻറ്റിന് വിധേയമാകാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള റിസർച്ചിനാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. എന്താണ് ക്വാളിറ്റേറ്റീവ്? ക്വാളിറ്റി വേഴ്സസ് ക്വാണ്ടിറ്റി. ഓക്കെ, പിടിയിട്ടില്ല. ഇനി അടുത്തത് നമ്മൾ പറയാം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഇറ്റ് മേക്സ് സബ്സ്റ്റാൻഷ്യൽ യൂസ് ഓഫ് മെഷർമെൻറ്റ്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ടെക്നിക്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ടെക്നിക്സ് ഒക്കെ നമ്മൾ ഉപയോഗിച്ച് റിസർച്ച് നടത്തുന്നതിന് നമ്മൾ എന്താണ് പറയുക, ഡാറ്റയൊക്കെ എന്താണ് നമ്പർ ഓഫ് റെസ്പോൺസസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ്, കമ്മോഡിറ്റി ഡിമാൻഡ്, സപ്ലൈഡ് പ്രൈസ് എക്സെട്ര. സോ സച്ച് ക്വാണ്ടിറ്റി ഡയമെൻഷൻസ് ഉപയോഗിച്ച് നമ്മൾ റിസർച്ച് നടത്തുന്നതിന് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, പിടിയിട്ടില്ല, ഇവിടെ ശ്രദ്ധിക്കണം, ഇത് ക്വാളിറ്റി എല്ലാം കറക്റ്റ് ചെയ്തിടാവേ. ദെൻ കോൺസെപ്റ്റ് റിസർച്ച് ഇൻവോൾവ്സ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് തോട്ട്സ് ആൻഡ് ഐഡിയാസ്. ഒരു സെക്കൻഡ്, ഐഡിയാസ് and developing new ideas for interpreting the old ones based on logical reason. അപ്പോൾ കോൺസെപ്റ്റുവൽ റിസർച്ച്, കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയം എന്നാണ്. അപ്പോൾ കോൺസെപ്റ്റുവൽ റിസർച്ച് എന്നായിരിക്കും? ഇറ്റ് ഇൻവോൾവ്സ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് തോട്ട്സ്. അപ്പോൾ നമുക്കൊരു ചില ചിന്താഗതികളൊക്കെ കാണും, അല്ലെങ്കിൽ ആശയങ്ങൾ കാണും. ചിന്തകൾ കാണും, ആശയങ്ങൾ കാണും. അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിലവിലുള്ള ആശയങ്ങൾ, അപ്പോൾ നിലവിലുള്ള അല്ലെങ്കിൽ പഴയ ആശയങ്ങൾ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ എന്താണ് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന മലയാളം എന്താണ്? ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ വേണമെങ്കിൽ പറയിച്ചോടെ നല്ല മലയാളം വാക്കുണ്ട് കേട്ടോ, എനിക്ക് കിട്ടുന്നില്ല.
നമ്മളങ്ങ് വിശദീകരിക്കുക നമ്മുടേതായ രീതിയിൽ. മനസ്സിലായല്ലോ? നിലവിലുള്ള ഐഡിയാസ് അല്ലെങ്കിൽ ഓൾഡ് ഐഡിയാസിനെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ലോജിക്കൽ റീസണിങ്. അപ്പോൾ നമ്മുടെ ഇൻ്റർപ്രട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശകലനം, എക്സ്പ്ലനേഷൻ ഒക്കെ കൃത്യമായ മലയാളം വാക്ക് വന്നില്ല, ഞാൻ ഇടയ്ക്ക് ഇട്ടിരിക്കുമ്പോൾ പറഞ്ഞോളാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് നമ്മൾ എന്തിൻ്റെ ബേസിലായിരിക്കണം? ലോജിക്ക് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. ശരിയല്ലേ? ചില കമൻറ്റൊക്കെ വെക്കുന്നതാണ് ഭയങ്കര മണ്ടൻ കമൻറ്റ് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധ കിട്ടാൻ വേണ്ട മണ്ടൻ കമൻറ്റ് വെക്കുന്നത്. അങ്ങനെ നമുക്ക് പാടില്ല. എന്തിനും ഒരു റീസണിങ് ഉണ്ടായിരിക്കണം. നമ്മളെ ആ ഇൻ്റർപ്രട്ടേഷൻ അതിനെന്തുണ്ടായിരിക്കണം? അതിനൊരു റീസണിങ് ഉണ്ടായിരിക്കണം, അതിനൊരു ലോജിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ലോജിക്കിൻ്റെ ബേസിലേ നമ്മൾ ഇൻ്റർപ്രട്ടേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇൻ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എംപിരിക്കൽ റിസർച്ച് ഇസ് ബേസ്ഡ് ഓൺ ഫേം വേരിഫയബിൾ ഡാറ്റ. ഒരു സെക്കൻഡ് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പോകുന്നില്ലല്ലോ. അത് ചിലപ്പോൾ അങ്ങനെയാണ്, നമ്മൾ ടച്ചൊക്കെ ഇപ്പോൾ ശരിയാവും. റീഡ് മോഡിലിട്ടു. നമ്മളെവിടെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? എംപിരിക്കൽ റിസർച്ച് നമ്മൾ പഠിച്ചതാണ്. പഠിച്ചില്ല, അതല്ലേ നമ്മൾ ചെയ്തത്. ഓക്കെ, സോ എംപിരിക്കൽ റിസർച്ച്. വാട്ട് ഈസ് എംപിരിക്കൽ? അപ്പോൾ കോൺസെപ്റ്റൽ എന്ന് പറഞ്ഞാൽ ആശയത്തിൻ്റെ ബേസിലാണ്. എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡ് എന്നാണ് അതിനർത്ഥം. എന്താണ് റിയൽ വേൾഡ്? അല്ലെങ്കിൽ പ്രാക്ടിക്കൽ. അപ്പോൾ പ്രായോഗികം എന്ന് നമ്മൾ പറയല്ലേ. അപ്പം നമ്മൾ പ്രായോഗിക ലോകത്തെ അല്ലെങ്കിൽ യഥാർത്ഥ ലോകത്തെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സ്റ്റഡിയാണ് എംപിരിക്കൽ റിസർച്ച് എംപിരിക്കലാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ കഴിയുമ്പോഴത്തേക്കും കേൾക്കുക. എക്കണോമിക്സൊക്കെ പഠിച്ച് ഒരു PG ഒക്കെ കഴിഞ്ഞ് PhD ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാർ പറയും നിങ്ങളുടെ റിസർച്ച് എന്തായിരിക്കും? എംപിരിക്കലായിരിക്കും. എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു ദി റിയൽ വേൾഡ് സിറ്റുവേഷൻ. Okay, something related to real world situation. In contrast, okay, empirical research is based on firm verifiable data collected by either observation of facts under natural conditions or obtained through experimentation. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നുകൂടെ പറയാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, കാരണം ഇത്ര ലെങ്തി സെൻറ്റൻസ് ആണല്ലോ. ഓക്കെ, എംപിരിക്കൽ റിസർച്ചിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ, അത് അടിസ്ഥാനമായിരിക്കുന്നു എന്തിൽ ബേസ്ഡ് ഓൺ ഫേം എന്ന് പറഞ്ഞാൽ എന്താ? ഉറച്ചുള്ള. വെരിഫയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? സംതിങ് യു ക്യാൻ വെരിഫൈ. ശരിയാണോ തെറ്റാണോ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിനെയാണ് നമ്മൾ വെരിഫൈ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ഉറപ്പുള്ള വെരിഫയബിൾ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യും. അത് നമ്മൾ കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ ഒബ്സർവേഷനോടെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനെയർ പോലുള്ള നാച്ചുറൽ കണ്ടീഷനോടെ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റേഷനോടെ ആയിരിക്കും. അപ്പോൾ യഥാർത്ഥ ലോകത്തെ ഒരു സംഭവം ഓക്കെ നമ്മൾ ഒബ്സർവേഷനിലൂടെയോ അല്ലെങ്കിൽ നോർമൽ വേറെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെത്തേഡിലൂടെ കിട്ടുന്ന ഡാറ്റ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യും. അങ്ങനെ വെരിഫൈ ചെയ്യുന്ന റിസർച്ചിന് പറയുന്ന പേരാണ് എംപിരിക്കൽ റിസർച്ച്. അപ്പോൾ അത് ഭയങ്കര ടെസ്റ്റബിളാണ്. ഡാറ്റ ഉപയോഗിക്കും, റിയൽ വേൾഡ് സിറ്റുവേഷനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പോൾ അങ്ങനെയുള്ള റിസർച്ചിന് നമ്മൾ പറയുന്ന പേരാണ് എംപിരിക്കൽ. ഈ എംപിരിക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് എന്താണെന്നറിയോ? പ്രാക്ടിക്കൽ എന്നുള്ളതാണ്. പ്രാക്ടിക്കൽ റിയൽ വേൾഡ് എന്നുള്ളൊരു വാക്കാണ്. അപ്പോൾ ആ അർത്ഥം നമ്മുടെ മനസ്സിൽ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ അർത്ഥം ആ ഒരു എംപിരിക്കൽ റിസർച്ച് എന്നുള്ള വാക്കിൻ്റെ മുഴുവൻ അർത്ഥം നമുക്ക് പിടികിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാറ്റ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. സോ സച്ച് ടൈപ്പ് ഓഫ് റിസർച്ച് ഇസ് കോൾഡ് എംപിരിക്കൽ റിസർച്ച്. അപ്പോൾ റിസർച്ച് ഈ രീതിയിൽ രണ്ട് വിധത്തിലുണ്ട്. കോൺസെപ്റ്റ്, ആശയങ്ങളും പ്രായോഗികമായി ടെസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള റിസർച്ച്. ഇത് ആശയപരമായ റിസർച്ച്, ഒരു ഐഡിയയെക്കുറിച്ചുള്ള നമ്മുടെ റിസർച്ച്, നമ്മുടെ ഒരു ചിന്താഗതിയെക്കുറിച്ചുള്ള റിസർച്ച്. വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കൂടെ കടന്നു പോകുമല്ലോ. അപ്പോൾ നമുക്ക് ന്യൂട്ടനാണെന്നും നമ്മളതിനെ ഐൻസ്റ്റീനാണെന്നും നമുക്ക് തോന്നും. അപ്പോൾ എൻ്റെ ഈ ഐഡിയ എങ്ങനെയുണ്ടെന്ന് നമ്മൾ ആരോടെങ്കിലും ഉടനെ ചോദിക്കും. അപ്പോൾ അവർ പറയും ഈ ഐഡിയ നിങ്ങൾക്ക് ഇത്ര മണ്ടത്തരം ചിന്തിക്കാൻ വേറെ ആർക്കെങ്കിലും പറ്റുമോ എന്നൊക്കെ നമ്മളെ കളിയാക്കും. അങ്ങനെ നമ്മൾ നിരാശപ്പെടരുത്. അപ്പം ചിലപ്പോൾ നമ്മുടെ ഐഡിയ ഭയങ്കര നല്ലതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ റിസർച്ച് നടത്താം. അങ്ങനെ നമുക്ക് തോന്നുന്ന ഒരു ചിന്തയും നമുക്ക് തോന്നുന്ന ഐഡിയയും വെച്ച് നമ്മൾ റിസർച്ച് ചെയ്യില്ല. ആ റിസർച്ചിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കോൺസെപ്റ്റ് റിസർച്ച് എന്ന് വെച്ചു. നേരെ തിരിച്ച് നമുക്ക് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു റിയൽ വേൾഡിലെ ഒരു സിറ്റുവേഷനെ നമ്മൾ ഭയങ്കര ഡാറ്റ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യുന്നതിനെ അങ്ങനെയുള്ള റിസർച്ചിനെ നമ്മൾ എന്ന് വിളിക്കും? നമ്മൾ എംപിരിക്കൽ റിസർച്ച് എന്ന് വിളിക്കും. കിട്ടിയില്ല. ഇനി നമുക്ക് അടുത്ത റിസർച്ചിനെ നോക്കാം. ടൈപ്പ് ഏതാണ്? എക്സ്പ്ലോറേറ്ററി റിസർച്ച്. അന്വേഷണാത്മക റിസർച്ച് എന്നാണ് അതിൻ്റെ കൃത്യമായ വാക്ക്. അതിൻ്റെ മലയാളം എനിക്കറിയാം കേട്ടോ, എക്സ്പ്ലോറേറ്ററി. കാരണം ഈ വാക്ക് പലയിടത്തും നേരത്തെ ഭയങ്കര ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണ് എക്സ്പ്ലോറേറ്ററി. അന്വേഷണാത്മകമായി പുതിയ തലങ്ങളിലേക്ക് ഇങ്ങ് പോവുക. നമ്മൾ വേറെ ആരും പോയിട്ടില്ലാത്ത സ്ഥലം കാണാൻ പോകുന്ന ആൾക്കാരെ പോലെ. അപ്പോൾ അവിടെ എന്നാണെന്നറിയോ, അവിടെ നമ്മളാണ് ആദ്യം പോകുന്നത്, നമ്മളാണ് ആദ്യം വഴി വെട്ടുന്നവർ.
അപ്പോൾ ഈ ആംഗിളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ റിസർച്ച് എക്സ്പ്ലോറേറ്ററി. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്റ്റഡി നടത്തിയിട്ട് ആരോടെങ്കിലും വാചകം അടിക്കാൻ വേണ്ടി നമ്മൾ തള്ളാൻ വേണ്ടി പറയാം എൻ്റെ സ്റ്റഡി എന്താണ് എക്സ്പ്ലോറേറ്ററി സ്റ്റഡിയാണ്. ദാറ്റ് മീൻസ് യു ആർ എക്സ്പ്ലോറിങ് സംതിങ്, യു ആർ ആൻ എക്സ്പ്ലോറർ അല്ലേ. യൂട്യൂബ് ചാനലിലൊക്കെ യാത്രാ ചാനലിലൊക്കെ പറയാമല്ലോ ഇതാരും വന്നിട്ടില്ല സ്ഥലം ഞാനാണ് ആദ്യം ഇവിടെ വരുന്നത്, ഇതിനു മുമ്പ് ഇവിടെ മനുഷ്യനില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ട്രാവലേഴ്സൊക്കെ ബ്ലോഗ് പറയുന്ന ആക്കാമല്ലോ ബ്ലോഗിലൊക്കെ എന്ന് പറയുന്ന പോലെ വ്ളോഗേഴ്സ് അന്ന് പറയുന്ന പോലെ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ ഗോയിങ് ഫോർ ദി ഫസ്റ്റ് ടൈം എന്നൊക്കെയാണ് ഏകദേശം ഒരർത്ഥം. അപ്പോൾ ആ റിസർച്ച് നോക്കാം. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഇസ് ഡിഫൈൻഡ് ആസ് എ റിസർച്ച് യൂസ് ടു ഇൻവെസ്റ്റിഗേറ്റ് എ പ്രോബ്ലം വിച്ച് ഇസ് നോട്ട് ക്ലിയർലി ഡിഫൈൻഡ്. ഇത് ക്ലിയർലി ഡിഫൈൻ ചെയ്യാത്ത ഒരു പ്രോബ്ലത്തെക്കുറിച്ച് ഓക്കെ നമ്മൾ നടത്തുന്നൊരു സ്റ്റഡിയാണ് എക്സ്പ്ലോറർ. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി എക്സിസ്റ്റിംഗ് പ്രോബ്ലം ബട്ട് വിൽ നോട്ട് പ്രൊവൈഡ് കൺക്ലൂസീവ് റിസൾട്ട്. അപ്പോൾ ഭയങ്കര കൺക്ലൂസീവ് ആയിട്ടുള്ള റിസൾട്ട് അവിടെ കാണുമല്ല. അപ്പം വളരെ പുതിയതായിട്ടുള്ളൊരു സ്റ്റഡി ആയിരിക്കും. ആ പ്രോബ്ലത്തെ ഒരുപക്ഷെ ആരും ഇതിനു മുമ്പ് ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ട് കാണില്ല, ക്ലിയർലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റഡിയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു സെക്കൻഡ്, അത്രയും കൂടെ ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ചടങ്ങുണ്ട്. ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വ്യൂ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റീഡ് മോഡിലേക്ക് ഇടുക. അപ്പോൾ എന്ത് ചെയ്യും, ഫുൾ സ്ക്രീനിലേക്ക് വരും. ഫുൾ സ്ക്രീൻ വന്നു. ഇനി നമുക്ക് അത് പഠിക്കാനുള്ള ടോപ്പിക് എന്താണ്, സ്റ്റെപ്സ് ഇൻ റിസർച്ച് ഓർ ദി റിസർച്ച് പ്രോസസ്സ്. നമ്മളൊരു റിസർച്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പുകൾ അതിലുണ്ട് എന്നുള്ളതാണ്. റിസർച്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പുകൾ അതിലുണ്ട്, ഏതൊക്കെ സ്റ്റെപ്പുകളുണ്ട് റിസർച്ചിന്, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, റിസർച്ച് ക്യാൻ ബി സീൻ ആസ് എ സീരീസ് ഓഫ് ലിങ്ക്ഡ് ആക്ടിവിറ്റീസ് മൂവിങ് ഫ്രം ദ ബിഗിനിങ് ടു ആൻ എൻഡ്. തുടക്കം തൊട്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് ഇത്, രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത്, മൂന്നാമത്തെ സ്റ്റെപ്പ് ഇത്, അങ്ങനെ പല സ്റ്റെപ്പിൽ കൂടെ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതുക കേട്ടോ. എന്താണ് സിസ്റ്റമാറ്റിക്കായിട്ട് പോയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഫൈൻഡിങ് കിട്ടുള്ളൂ. അങ്ങനെയുള്ളൊരു പ്രോസസ്സിനാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. സോ ദി റിസർച്ച് പ്രോസസ് ഇൻവോൾവ്സ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. എ വെൽ ഡിഫൈൻഡ് പ്രോബ്ലം വിൽ ലെറ്റ് ടു ദി റിസർച്ച് ടു റിയലൈസ് ഓൾ ഇമ്പോർട്ടൻറ്റ് ഫേസ് ഓഫ് ദി റിസർച്ച് പ്രോസസ് സ്റ്റാർട്ടിങ് ഫ്രം സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ടു ദി സെലക്ഷൻ ഓഫ് റിസർച്ച് മെത്തഡോളജി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണെന്ന് അറിയാം, ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു റിസർച്ച് നടത്തുകയാണെങ്കിൽ നമുക്ക് റിസർച്ച് നടത്താം, അതിനുള്ള ഒരു സെറ്റപ്പൊക്കെ നമുക്കുണ്ട്. ആദ്യം വേണ്ടത് നമ്മളൊരു റിസർച്ച് പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇതാണ് നമ്മുടെ റിസർച്ച് പ്രോബ്ലം, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് എൻ്റെ റിസർച്ച്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ എ ടോപ്പിക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും. നമുക്ക് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ടോപ്പിക്കിനേക്കാളും റിസർച്ച് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യും. ആ പ്രോബ്ലം ഒരു ടോപ്പിക്ക് പെട്ടതായിരിക്കും, ശരിയല്ലേ. അപ്പോൾ നമ്മളൊരു റിസർച്ച് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യും അല്ലേ. നമുക്ക് എന്ത് റിസർച്ച് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ ആഡിനെ കുറിച്ച് തന്നെ നമ്മൾ ആഡ് കുറേ ദിവസമൊക്കെ അതിനെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സുള്ള അവർ കൊടുക്കുന്ന ആഡാണോ, അവരെ ഉപയോഗിച്ച് നടത്തുന്ന ആഡാണോ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ്, ഏറ്റവും കൂടുതൽ റിട്ടേൺ നമുക്ക് കിട്ടുന്ന എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആഡ് നമുക്ക് കൊടുക്കാം, ശരിയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ആഡ് നമ്മൾ കൊടുക്കുന്നത് നല്ലതാണോ മോശമാണോ, അല്ലെങ്കിൽ അത് നമുക്ക് കൂടുതൽ മോശമാണെന്ന് ഒരിക്കലും മോശമല്ല, പക്ഷേ കൂടുതൽ നമുക്ക് വരുമാനം കിട്ടുമോ ആദ്യം വഴി നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റഡി നടത്താം. അതാണ് നമ്മുടെ റിസർച്ച് പ്രോബ്ലം. അവർ റിസർച്ച് പ്രോബ്ലം ഇസ് ടു ഫൈൻഡ് ഔട്ട് ദി ബെസ്റ്റ് അഡ്വർടൈസിങ് മെത്തേഡ്, ഓക്കെ, ഓർ ബെസ്റ്റ് അഡ്വർടൈസിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്, തന്ത്രം. ഏറ്റവും മികച്ച അഡ്വർടൈസിങ് തന്ത്രം ഏതാണെന്നുള്ള അന്വേഷണമാണ് നമ്മുടെ റിസർച്ച്. അപ്പോൾ ആ തന്ത്രം ഏതാണെന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം നമ്മൾ ഡിഫൈൻ ചെയ്തു, ശരിയല്ലേ. ഇത് നമ്മുടെ ആവശ്യത്തിൽ നിന്നുണ്ടായ പ്രോബ്ലം. ഇനി അത് കഴിഞ്ഞ് ഒബ്ജക്റ്റീവ് എന്താണ്, ടു സ്റ്റഡി അബൌട്ട് ദ ബെസ്റ്റ് അഡ്വർടൈസിങ് സ്ട്രാറ്റജി. 2, ടു സ്റ്റഡി അബൌട്ട് ദി റിട്ടേൺ വൈൽ യൂസിങ് എ സോഷ്യൽ ഇൻഫ്ലുവൻസർ ഇൻ അവർ അഡ്വർടൈസിങ്, ശരിയല്ലേ. ഐസ്ക്രീമിൻ്റെ പരസ്യത്തിൻ്റെ അകത്ത് ആര് വന്നു, മഞ്ജു വാര്യർ വന്നു അല്ല, ഏതോ ഐസ്ക്രീം പരസ്യം ഞാൻ പറയാൻ പാടില്ലല്ലോ ഐസ്ക്രീം ഏതാണ്, പക്ഷെ സോഷ്യൽ ഇൻഫ്ലുവൻസറായിട്ടാണ് മഞ്ജു വാര്യർ. ഒരു നടി മാത്രമല്ല, ഷീസ് എ സോഷ്യൽ ഇൻഫ്ലുവൻസർ അല്ലേ, ആണോ, അതെല്ലോ ആയിരിക്കും, എനിക്കങ്ങനെ തോന്നുന്നു, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ഷീസ് നോട്ട് ആക്ടിങ് ഇൻ ഫിലിംസ്, ചില ഫിലിംസിലൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ മോർ ദാൻ ദാറ്റ് we recognize as a person who can influence a lot of people, so we call such people as social influencer. They may be coming from different background, may be coming from art or films, or what we can say from other areas like business. അപ്പോൾ അവരൊക്കെ ആയിരിക്കും. ഇപ്പം കൊച്ചൗസ് ചിറ്റിലപ്പള്ളി അങ്ങനെയാണ് വൃക്കദാനം ചെയ്തു, അങ്ങനെയാണ് വൃക്കദാനം ചെയ്യുക, ശരിയാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ ഹീ ബിക്കെയിം എ സോഷ്യൽ ഇൻഫ്ലുവൻസർ
more than a businessman. Till that time we know him as a businessman, but when he's doing something extra, he's categorized as a social influencer. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ കാണുന്നതല്ല അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെടുകയാണ്. അവരെ നമുക്ക് ആഡിൽ ഉപയോഗിക്കാം, അവർക്കൊരു വാല്യൂ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് മഞ്ജു വാര്യർ അങ്ങനെയാണെന്നല്ല, പക്ഷേ മഞ്ജു വാര്യർ ഐസ്ക്രീമിൻ്റെ അകത്ത് വന്നപ്പോഴേ, ഐസ്ക്രീമിൻ്റെ പരസ്യം വന്നപ്പോഴത്തേക്ക് ഐസ്ക്രീമിൻ്റെ പരസ്യം 18-20 വയസ്സിന് താഴെയുള്ളവരെ അഭിനയിക്കേണ്ടിയിരുന്നു എന്നൊരു കാഴ്ചപ്പാട് ഇൻഡസ്ട്രിയിലുണ്ടായിരുന്നു. അതിനെല്ലാം അവർ ബ്രേക്ക് ചെയ്തു. ഷി വാസ് നോട്ട് വെരി ആക്റ്റീവ്, ബട്ട് വൈ ഷീ ഹാസ് ബീൻ സെലക്റ്റഡ്? ഓൺലി ബിക്കോസ് ഷീ ഈസ് എ സോഷ്യൽ ഇൻഫ്ലുവൻസർ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവരെ കുറിച്ചുള്ള ആടാണോ നമുക്കൊരു കൺഫ്യൂഷനുണ്ട്. കാരണം എനി ആക്ടിവിറ്റി വിച്ച് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ യൂസിങ് അവർ മണി വിൽ ഹാവ് ട്രമെൻഡസ് സിഗ്നിഫിക്കൻസ്. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ പൈസ കളഞ്ഞിട്ടുള്ള എന്ത് പരിപാടിക്കും നമുക്ക് ഭയങ്കരമായിട്ടൊരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പേരൻസിനോട് ചോദിച്ചു നോക്കൂ, അവർക്ക് പൈസ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ല, അതൊന്ന് ചിലവായി നമുക്ക് നഷ്ടമായിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു തീരുമാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്കലായിട്ടുള്ള തീരുമാനമാണ്. അപ്പോൾ അതിന് നമ്മളൊരു അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ റിസർച്ച് നടത്തുക അല്ലേ? ആ കമ്പനി കുറേ റിസർച്ച് കാണുമായിരിക്കും. അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു ഒത്തിരി പേരോട് ചോദിച്ചിട്ടാണ് പലരും ഈ നടിയുടെ പേര് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദേ ഹാവ് മേഡ് എ റിസർച്ച് അല്ലേ? സോ ദേ ഹാവ് മേഡ് എ റിസർച്ച്. സിമിലർലി എവറി പീപ്പിൾ ഷുഡ് മേക്ക് എ റിസർച്ച് വെൻ എവർ ദർ ആർ പ്രോബ്ലം. നമ്മൾ ഈ റിസർച്ചാണ് നമ്മൾ റിസർച്ച് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. സ്റ്റാർട്ടിങ് ഫ്രം സെറ്റിംഗ് ഒബ്ജക്റ്റീവ് ടു ദി സെലക്ഷൻ ഓഫ് റിസർച്ച് മെത്തഡോളജി. എന്താണ് റിസർച്ച് മെത്തഡോളജി നമ്മൾ കാണാം, അതിനെക്കുറിച്ച് പറയണ്ട. നമ്മളിങ്ങനെ ഉണ്ടോ, ഞാനിത് ചെറുതാക്കായി നമ്മുടെ റിസർച്ചിലെ സ്റ്റെപ്പൊക്കെ ഞാനിങ്ങനെ ഒരു ചിത്രത്തിലിട്ടേക്കാം. ചിത്രം ചെറുതാക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അത് ഞാനിപ്പം ചെറുതാക്കി തരാം. ചെറുതാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഈ കണ്ടാൽ പോരെ. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. എന്താണ് റിസർച്ച് പ്രോസസ്സ്? ഞാൻ കോപ്പി അടിച്ചിട്ടാണ് കേട്ടോ, സാറ് കോപ്പി അടിച്ചെന്ന് പറഞ്ഞ് വേറെ ഉണ്ടാക്കി ചെയ്യരുത്. ഇത് വരയ്ക്കാനൊക്കെ ഭയങ്കര പാടായതുകൊണ്ട് ഒരു ചിത്രമൊക്കെ നെറ്റിൽ നിന്ന് എടുത്താൽ, അല്ലാതെ എന്നിട്ട് ഇതിനേക്കാൾ നന്നായിട്ട് ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പം നെറ്റിലിട്ട ആൾക്കാരോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ റിസർച്ച് പ്രോസസ്സിൻ്റെ ഏതൊക്കെ സ്റ്റെപ്പാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഐഡൻറ്റിഫൈങ് ദി പ്രോബ്ലം. എന്താണ്? നമ്മൾ ആദ്യമേ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യണം. ശരിയല്ലേ? നമുക്ക് ഇഷ്ടംപോലെ പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വ്യക്തിപരമായ പ്രശ്നമല്ല, നമ്മുടെ വീട്ടിലെ പ്രശ്നമല്ല, സമൂഹത്തിൽ സംഭവിക്കുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. So you can identify such problem because you belongs to the science of studying economics. Like this belongs to economic discipline. You can have idea about a different social problem. അപ്പോൾ എന്തുകൊണ്ട് ദാരിദ്ര്യം അവസാനിക്കുന്നില്ല? ഇന്ത്യ 305 മില്യൺ ടൺസ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ കോവിഡ് വന്നിട്ട് നമുക്കൊക്കെ എന്താണ് ഭക്ഷണമില്ലാതെ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. നമുക്ക് ജോലി ഇല്ലായിരുന്നു, മറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് നടത്താൻ പറ്റിയില്ല. നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡായിരുന്നു. നിങ്ങൾ സ്ട്രെസ്ഡ് വീട്ടിലിരുന്നാണ്, പക്ഷേ പേരൻസിനെ കുടുംബം നടത്തിക്കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിരിക്കും. അപ്പോൾ അതിന് വേറെ നമുക്ക് പൈസ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് നമുക്കൊരു സ്റ്റഡി നടത്തില്ല. അങ്ങനെ സ്റ്റഡി നടത്തുമ്പോൾ നിങ്ങൾ എന്തെന്ന് അറിയാം, യു ഷുഡ് ഐഡൻറ്റിഫൈ എ പ്രോബ്ലം അല്ലേ? നമ്മളൊരു പ്രോബ്ലം അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. അപ്പം പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘട്ടം. പ്രോബ്ലം ഇല്ലാതെ നമ്മൾ റിസർച്ച് നടത്തിയിട്ട് കാര്യമുണ്ടോ? ശരിയല്ലേ? റിസർച്ച് നടത്തിയിട്ട് കാര്യമുണ്ടോ? ഒരു കാരണം പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആമസോണിൽ എന്തെങ്കിലും വിൽക്കാം. നിങ്ങളൊരു കുഞ്ഞു തുണിയാണ്, ഒരു എന്തെങ്കിലും ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റാണ് വിൽക്കുന്നതെന്ന് വിചാരിച്ചു. അതാണെങ്കിൽ വിൽക്കുന്നെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ലൈസൻസ് എടുത്ത്. അപ്പം ഹൗ വി ക്യാൻ സെൽ അവർ പ്രോഡക്റ്റ് ഓഫ്ലൈൻ ഓർ ഓൺലൈൻ? നിങ്ങളൊരു കുഞ്ഞു പ്രോഡക്റ്റ് എടുത്ത് വിൽക്കാൻ പറ്റും, യാതൊരു ബുദ്ധിമുട്ടില്ല. നിങ്ങളൊരു എന്താണ് കർച്ചീഫാണ് വിൽക്കുന്നവർ, അല്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കർച്ചീഫ് അറിയാം. കുഞ്ഞുണ്ടായിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കർച്ചീഫ്, അത് ഭയങ്കര നല്ല തുണിയായിരിക്കണം. തുണിയുടെ നാരൊന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്വസിക്കാനൊക്കെ. സോ വെൻ യു ആർ ഹൗ വി ക്യാൻ സെൽ യുവർ പ്രോഡക്റ്റ് ഓഫ്ലൈൻ ഓർ ഓൺലൈൻ? ഓൺലൈൻ നല്ല സൂപ്പർ ചിത്രം ഇട്ടാൽ മതി. സ്വാഭാവികമായിട്ട് ആൾക്കാരെല്ലാം വന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റ് മേടിക്കും, റിവ്യൂ ഒക്കെ വരും. സോ വെദർ ഓഫ്ലൈൻ ഓർ ഓൺലൈൻ, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഓഫ്ലൈനിലെ പരസ്യം വേറെ, ഓൺലൈനിലെ പരസ്യം വേറെ, ശരിയല്ലേ? അപ്പോൾ ഹൗ മച്ച് ഓഫ്ലൈൻ അഡ്വർടൈസിങ് or how much online advertising? Then you are making for to study about that problem. You will go through different books, journals and other opinions. ശരിയല്ലേ? നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിസർച്ച് പ്രോബ്ലം നമ്മുടെ മുമ്പിലുണ്ട്. നിലവിൽ അതിനെക്കുറിച്ചുള്ള ബുക്കുകളൊക്കെ നമ്മൾ വായിക്കും. അതിൽ നിലവിൽ അങ്ങനെയുള്ള ടോപ്പിക്ക് വന്ന ആർട്ടിക്കിൾസ് നമ്മൾ വായിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് എ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. വാട്ട് ഈസ് എ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ?
റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഈസ് ദ ആക്ടിവിറ്റി ഓഫ് റെഫറിങ് the materials that is existing about this particular topic. ഓക്കെ, അതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട്, നിങ്ങളൊരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ സോഷ്യൽ ഇൻഫ്ലുവൻസറിനെ കുറിച്ച് നമ്മൾ പഠിക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പഠിക്കുക, എന്നിട്ട് നിങ്ങളൊരു റിസർച്ച് നടത്തുക. അങ്ങനെ റിസർച്ച് നടത്തുക, സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണോ, അതല്ലെങ്കിൽ എന്താണ് ഒരു ക്രിക്കറ്റ് താരമാണോ, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്താ വേറെ എന്തെങ്കിലും മെത്തേഡിൽ കൂടെ നമ്മൾ അഡ്വർടൈസിങ് കൊടുക്കാവുന്ന ഏറ്റവും നല്ല നമ്മൾ സ്റ്റഡി നടത്തുമ്പോൾ അതിനെക്കുറിച്ച് നിലവിൽ സ്റ്റഡി നടത്തിയ ഒത്തിരി ആൾക്കാർ കാണും. ശരിയല്ലേ, ഒത്തിരി ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നടത്തിയ വർക്ക് നമ്മൾ വായിച്ച് നോക്കണം. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ, അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചിന്തിച്ച പല കാര്യങ്ങളും ഇതിനു മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും പുതിയതാകാൻ പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ള നിലവിലുള്ള ആൾക്കാർ 1, 2, 3, 4, 5, 6 കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അവർ കണ്ടുപിടിക്കാത്ത 7ാമത്തെ കാര്യം കണ്ടുപിടിക്കുന്നതായിരിക്കട്ടെ നമ്മളെ ജോലി. അപ്പോൾ കാരണം നമ്മളൊരു വഴിയെ പോകുമ്പോൾ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വഴി എങ്ങോട്ടാണെന്ന് നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെറ്റ് ചെയ്യും. ശരിയല്ലേ, അതല്ലെങ്കിൽ നമ്മൾ നാട്ടുകാരോട് ചോദിക്കും. അല്ല നമ്മൾ തന്നെ പോകുന്നതാണ് നല്ലത്, അല്ല. അപ്പം നാട്ടുകാരോട് ചോദിക്കുന്നതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. മനസ്സിലായല്ലോ, നിലവിലുള്ള വർക്കുകളെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് എല്ലാം വായിച്ച് മനസ്സിലാക്കി. നമുക്ക് മനസ്സിലായി, എൻ്റെ ദൈവമേ ഇതൊന്നും വായിച്ചില്ല, നമ്മൾ പുതുതായിട്ട് റിസർച്ച് നടത്തി ഞാനാണ് ഇതൊക്കെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കേണ്ടി വരുമെന്നല്ലോ. അങ്ങനെയല്ല, നമ്മൾ നിലവിലുള്ള വർക്കൊക്കെ ഒന്ന് വായിക്കണം, അറിയണം. അപ്പോൾ അങ്ങനെ വായിച്ച് നിലവിലുള്ള വർക്കൊക്കെ വായിച്ച് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ ഫ്രഷായിട്ട് പുതിയതായിട്ട് അതിനോട് ആഡ് ചെയ്യണം. അപ്പോൾ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് പറയും എക്സിസ്റ്റിംഗ് സ്റ്റഡീസ് എന്നാണ് അതിനൊരു അർത്ഥം. എക്സിസ്റ്റിംഗ് സ്റ്റഡീസിനെ കുറിച്ചുള്ള പഠനമാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. പിന്നെ സെറ്റിംഗ് റിസർച്ച് ക്വസ്റ്റ്യൻ, റിസർച്ചിനെ കുറിച്ച് ചോദ്യം എന്താണ്, ഹൗ ഫാർ ഗുഡ്, ഹൗ ഫാർ പ്രോഫിറ്റബിൾ, ഓർ വാട്ട് വിൽ ബി റിട്ടേൺ, or what will be increase in sale when you are using a social influencer in your advertising. ശരിയല്ലേ, അങ്ങനെ പറയാം. അത് നമ്മൾ സെറ്റ് ചെയ്യുക, റിസർച്ച് ക്വസ്റ്റ്യൻ സെറ്റ്. പിന്നെ ഒബ്ജക്റ്റീവ്, എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് സ്റ്റഡി? ടു സ്റ്റഡി അബൌട്ട് ദി പ്രോസസ് ഓഫ് യൂസിങ് സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ഇൻ അവർ അഡ്വർടൈസിങ്. സോ ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് അല്ലേ. സെക്കൻഡ് ഒബ്ജക്റ്റീവ് സ്റ്റഡി അബൌട്ട് ദ പ്രോസസ് ഓഫ് യൂസിങ് ഡിഫറെൻറ്റ് അഡ്വർടൈസിങ് ടെക്നിക്സ്. അത് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മളൊരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. എന്താണ് ഹൈപ്പോത്തസിസ്? ഹൈപ്പോത്തസിസ് ഈസ് എ ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാനിങ്ങനെ എഴുതും കേട്ടോ, ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ടെൻഡേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻഡേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ്. ടെൻഡേറ്റീവ് എന്ന് പറഞ്ഞാൽ താൽക്കാലികം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താം, അതായത് ദ ബെസ്റ്റ് method of advertising is using a social influencer എന്ന് നമ്മൾ പറയുക. എന്നിട്ട് നമ്മൾ 5 ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യുക. ഒന്നാമത്തെ സോഷ്യൽ ഇൻഫ്ലുവൻസർ, രണ്ടാമത്തേത് എന്താണ്, രണ്ടാമത്തെ കാർട്ടൂൺ കഥാപാത്രം. ഇനി മൂന്നാമത്തെ എന്തായിരിക്കണം? മൂന്നാമത്തെ നമുക്ക് എന്താണ്, ഗൂഗിൾ ആഡ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കേട്ടോ, ഗൂഗിൾ ആഡ്സ്. അങ്ങനെ നമ്മൾ 3 മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്തു. ഇതിലേതാണ് ഏറ്റവും നല്ലത്? നമ്മൾ ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ദ ബെസ്റ്റ് മെത്തേഡ് നമ്മളെ സംബന്ധിച്ചു, നമ്മുടെ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചോളം സോഷ്യൽ ഇൻഫ്ലുവൻസറിനെ ഉപയോഗിക്കുന്നതാണെന്ന് നമ്മൾ ആദ്യമേ ഒരു നിഗമനത്തിലെത്തുക. എന്നിട്ട് അത് ശരിയാണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമേ ഈ നിഗമനമല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മളൊരു ആദ്യമേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്താം. ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന പേരാണ്, ആദ്യമേ നമ്മൾ റിസർച്ച് നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന പേരാണ് ഹൈപ്പോത്തസിസ്. ഇനി നമ്മളിങ്ങനെ ആൾക്കാരോട് ചോദിച്ചു. ആൾക്കാർ ഇപ്പോൾ ചോദിച്ചപ്പോഴത്തേക്കും 40% ആൾക്കാർ പറഞ്ഞു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ് നല്ലത്. ഒരു 30% ആൾക്കാർ പറഞ്ഞു എന്താണ്, 40 എത്രയായി, കാർട്ടൂൺ കഥാപാത്രങ്ങൾ നല്ലത്. വേറെ 30% പറഞ്ഞു ഗൂഗിൾ ആഡ്സ് ആണ് നല്ലത്. 2-3. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനെ പറഞ്ഞത് സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. അപ്പം നമ്മുടെ ഈ ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് ഏറ്റവും അവസാനം നമ്മൾ കണ്ടെത്തി. അതായത് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് അഡ്വർടൈസിങ് ഈസ് യൂസിങ് എ സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്നുള്ള നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. വി അക്സെപ്റ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ബിക്കോസ് ഔട്ട് ഓഫ് ദി ടോട്ടൽ ഡാറ്റ വി മേ സ്റ്റഡി ഓൺ 10,000 people. Out of the 10,000 people, 4,000 people responded that this is the best technique. Okay, ബാക്കിയുള്ളവർ 30 പറഞ്ഞത്. സോ അവർ tentative statement, the statement we made at the beginning of the study has been found correct. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിസർച്ചിൻ്റെ ഒരു പോക്ക്, ഒരു ഗതി. അതാണ് മനസ്സിലായല്ലോ. അപ്പോൾ അതിലാണ് ഇതിൻ്റെ റോൾ. ഇതിൻ്റെയാണ് ഈ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ എൻ്റെ റോൾ. ഹൈപ്പോത്തസിസ് ഇസ് ദ ടെൻഡേറ്റീവ് ടെമ്പററി സ്റ്റേറ്റ്മെൻറ്റ്.
that we make and the initial stages of our study. Okay, and our entire study is that, to test whether our hypothesis is correct or not using the data we obtained. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഹൈപ്പോത്തസിസ് എന്താണെന്ന് മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഈ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റഡി ഡിസൈൻ വേണം. നമ്മളവിടെ എന്ത് ചെയ്യും, ആളോട് ചോദ്യം ചോദിക്കും, അതിന് ക്വസ്റ്റ്നെയർ അയച്ചു കൊടുക്കും. നിങ്ങൾ ഗൂഗിൾ ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ടില്ലേ, ക്വസ്റ്റ്നെയർ നമ്മൾ അയച്ചു കൊടുക്കും. ക്വസ്റ്റ്നെയർ അയച്ചു കൊടുത്തിട്ട് ക്വസ്റ്റ്നെയർ അവർ റിട്ടേൺ ചെയ്യും, നമുക്ക് ക്വസ്റ്റ്നെയർ റിട്ടേൺ ചെയ്യും. എന്നിട്ട് അതിൻ്റെ അകത്ത് അവർ ഡാറ്റ തരും. ഇങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടം സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്, എനിക്കല്ലെങ്കിലും എന്തിനോടാണ് ഇഷ്ടം. ചിലർ പറയും എനിക്ക് കാർട്ടൂൺ കഥാപാത്രങ്ങളോടൊക്കെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്നെയർ കൊടുക്കണം. ക്വസ്റ്റ്നെയർ കൊടുക്കാൻ വേണ്ടി ആർക്ക് കൊടുക്കണം. അപ്പോൾ ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മൾക്കൊരു പോപ്പുലേഷൻ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു പോപ്പുലേഷൻ ആർക്ക് കൊടുക്കണം, വയസ്സായ ആൾക്കാർക്ക് കൊടുക്കണം. അവർ സോഷ്യൽ ഇൻഫ്ലുവൻസറെ കുറിച്ച് പറയാം, അവരുടെ സോഷ്യൽ ഇൻഫ്ലുവൻസർ ഭയങ്കര വയസ്സായവരായിരിക്കും. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം, സ്റ്റുഡൻസിന് കൊടുക്കണം, അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് കൊടുക്കണം, വീട്ടമ്മമാർക്ക് കൊടുക്കണം, ഗേൾസ് എത്ര കൊടുക്കണം, ബോയ്സിന് എത്ര കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒത്തിരി പോപ്പുലേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് റാൻഡമായിട്ട് നമ്മൾ അവിടെ ഇവരെയൊക്കെ ലോട്ടറി മെത്തേഡിൽ നമ്മൾ പിക്ക് ചെയ്യുക. അതിന് പറയുന്ന വേറെ റാൻഡം സാമ്പിളിങ്. അപ്പോൾ ആർക്ക് ക്വസ്റ്റ്നെയർ കൊടുക്കണം എന്നുള്ള ഒരു ചോദ്യമാണ്. ഐസ്ക്രീം കഴിക്കുന്നത് എന്തായാലും ഒരു 40 വയസ്സിന് മുകളിലൊരു കുറവല്ലേ. അപ്പോൾ അതിന് താഴെയുള്ളവർക്കല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. 40 ഇപ്പോൾ ഒരു പക്ഷേ ഒരു 10 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിൻ്റെ അകത്ത് എത്രമാത്രം സ്റ്റുഡൻസിന് കൊടുക്കണം, എത്ര വർക്ക് ചെയ്തുള്ളവർക്ക്, എത്രമാത്രം ഹൗസ് വൈഫിന് കൊടുക്കണം, അതൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടി വരും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്ന ആ ഗ്രൂപ്പിനെ 10 തൊട്ട് 40 വയസ്സ് വരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെ പെടുത്തിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ലോട്ടറി മെത്തേഡിൽ ഓരോരുത്തരെ കണ്ടെത്തുന്നു. അതിന് പറഞ്ഞ പേരാണ് റാൻഡം സാമ്പിളിങ്. സോ യു ഷുഡ് അഡോപ്റ്റ് എ സാമ്പിളിങ് ടെക്നിക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ക്വസ്റ്റ്നെയർ നടത്തി പോപ്പുലേഷനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, 10 തൊട്ട് 40 വയസ്സ് വരെ ഉള്ളവരെ. പിന്നെ അതിൻ്റെ നിന്ന് ആൾക്കാരെ പിക്ക് ചെയ്തു, ഏതാൾക്കാരൊക്കെ. അതിന് റാൻഡം സാമ്പിളിങ് ഉപയോഗിച്ചു. എന്നിട്ട് നമുക്ക് ഡാറ്റ കിട്ടി. അവരൊക്കെ നമ്മളോട് ഡാറ്റ തന്നു, നമുക്ക് ഡാറ്റ കിട്ടി. ആ ഡാറ്റ നമ്മൾ എന്ത് ചെയ്തു, അനലൈസ് ചെയ്തു അല്ലേ, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തു. ശരിക്കും അതിന് മുമ്പ് അത് പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. പ്രോസസ്സ് ചെയ്തിട്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് കുറേ ഫൈൻഡിങ്സ് കിട്ടി. ഫൈൻഡിങ് 1, ഫൈൻഡിങ് 2, ഫൈൻഡിങ് 3 എക്സെട്ര. സോ ദിസ് ഈസ് ദ റിസർച്ച് ഡിസൈൻ. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്റ്റഡി ഡിസൈൻ ചെയ്തു. അപ്പോൾ നമ്മൾ സാമ്പിൾ കൊണ്ടുവന്നു, സാമ്പിൾ ഡിസൈൻ. നമ്മൾ പറഞ്ഞല്ലോ റാൻഡം സാമ്പിളിങ് 10 തൊട്ട് 40 വയസ്സ് വരെ. അപ്പോൾ ആ സാമ്പിൾ നമ്മളവിടെ ഡിസൈൻ ചെയ്തു. പിന്നെ അവർക്ക് ക്വസ്റ്റ്നെയർ കൊടുത്തു. ക്വസ്റ്റ്നെയറിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു. ഗൂഗിൾ ഫോം വരിക ഡാറ്റ കളക്ട് ചെയ്തു. അതിനെ നമ്മൾ എന്ത് ചെയ്തു, പ്രോസസ്സ് ചെയ്തു. ശരിയല്ലേ? പ്രോസസ്സ് ചെയ്തിട്ട് അനലൈസ് ചെയ്തു. എന്നിട്ട് ഏറ്റവും അവസാനം ഈ ഡാറ്റ അനലൈസ് ചെയ്ത് നമ്മൾ പറയുന്നത് സോഷ്യൽ ഇൻഫ്ലുവൻസർക്ക് 40% ആൾക്കാരും ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ 50% ആഴ്ച കുറഞ്ഞു പോയി, 50% ആൾക്കാർ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സ്വീകാര്യമാണല്ലോ. നമുക്കൊരു കറക്റ്റായിട്ടുള്ള റിസൾട്ടാണ് 50 അല്ലെങ്കിൽ 60 പറയുന്ന ആൾക്കാരും പറയും ഞങ്ങൾക്ക് സോഷ്യൽ ഇൻഫ്ലുവൻസർ ഐസ്ക്രീമിൽ അഭിനയിക്കുന്ന ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിഗമനത്തിലെത്തി. എന്നിട്ട് നമ്മൾ റിസർച്ചിൻ്റെ റിപ്പോർട്ട് സൈൻ ചെയ്തു. ദിസ് ഈസ് ഗുഡ്, ദിസ് മച്ച് പീപ്പിൾ സെഡ് ദാറ്റ് സോഷ്യൽ ഇൻഫ്ലുവൻസ് ഇസ് ഗുഡ്. ഓക്കെ, ആൻഡ് അനദർ ദിസ് മച്ച് 20% സെഡ് ദാറ്റ് കാർട്ടൂൺ ടൈപ്പ് ഓഫ് അഡ്വർടൈസിങ് ഇസ് ഗുഡ്. ഓക്കെ, സോ അതുകൊണ്ട് അങ്ങനെ നമ്മൾക്ക് കിട്ടിയ റിസർച്ചിനെ അനലൈസ് ചെയ്ത് നമ്മുടെ സജഷൻസും ഫൈൻഡിങ്സും ഒക്കെ നമ്മൾ റിപ്പോർട്ടിൽ എഴുതി ചേർത്ത് റിപ്പോർട്ടിൻ്റെ സ്റ്റെപ്പുകളും നമ്മൾ ഡീറ്റെയിൽ ഇവിടെ പറയുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റിപ്പോർട്ട് എഴുതണം. സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിഫറെൻറ്റ് പ്രോസസ് ഓഫ് റിസർച്ച്. ഓക്കെ, ഇപ്പോൾ ഡീറ്റെയിലോ നമ്മളിനി അടുത്ത ക്ലാസ്സിൽ ഏതൊക്കെയാണ് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, 5, 6, 7, 8 ഇത്രയും കാര്യങ്ങൾ ഈ സ്റ്റെപ്പ് വെച്ച് നമ്മൾ റിസർച്ച് പ്രോസസ്സിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും ഏതൊക്കെ സ്റ്റെപ്പാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഒരു സെക്കൻഡേ. ക്ലോസ് ചെയ്തോട്ടെ, സ്റ്റോപ്പ്.